ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായില്ല നമ്മൾ കണ്ടിട്ട്. എന്നുവെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ ഏകദേശം 388 സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്കറിയാം നമ്മളിങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല. അത് മാത്രമല്ല, നമ്മൾ ഈ ഏണിങ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചാനലുമല്ല നമ്മുടേത്. എൻ്റെ സന്തോഷകരമായ കുറച്ച് സന്തോഷമായ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വർഷം മലയാറ്റൂർ കയറാൻ പോയി. അതുപോലെ തന്നെ ഈ പ്രാവശ്യം മലയാറ്റൂർ കയറാൻ പോകുന്നു. അതിൻ്റെ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ബൈക്കിനാണ് പോയത്. അപ്പം ഈ പ്രാവശ്യം കാറിന് പോകുന്നു. കാറെടുത്തുകൊണ്ട് കാറിന് പോകുന്നു. പിന്നെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഗ്ലിൻസ് ഉണ്ട്, ചെറുക്കനുണ്ട്, പിന്നെ നമ്മുടെ ജിതിനില്ലേ അവനുണ്ട്. അവനെ നമുക്ക് തൊടുപുഴയിൽ നിന്ന് പോക്കണം. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം വണ്ടി എടുക്കണം. വണ്ടി എടുക്കാം. ഒറ്റ മൈൻഡ്. അപ്പം ആദ്യം നമ്മൾ കണ്ണാടി വെക്കുക. ആദ്യം നമ്മൾ ഇവിടെ പോകുമ്പോഴും കണ്ണാടി വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം കാണിക്കാനൊന്നുമല്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഭയങ്കരമാണ്. അറിയാലോ, ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൂൾ ഫിലിം ഒട്ടിക്കാത്തതെന്ന് വെച്ചാൽ കൂൾ ഫിലിം ഒട്ടിക്കാത്തത് നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പം ചിലപ്പം ഇപ്പം കൂൾ ഫിലിം ഒട്ടിക്കണം പറയും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൂൾ ഫിലിം ഒട്ടിക്കണ്ട എന്ന് പറഞ്ഞാൽ പണി കിട്ടും. അപ്പം നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നത് നൈസായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഞാക്കുന്നത് ഇപ്പം ഏകദേശം 2 മണി ആകുന്നു. 2 മണിയാകുമ്പോൾ നമ്മുടെ പ്ലാനിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മണിയാകുമ്പോൾ ഇപ്പം ഇറങ്ങി, എന്നിട്ട് തൊടുപുഴയിൽ പോയി നമ്മുടെ ജിതിനെ എടുക്കുക. എന്നിട്ട് ഡയറക്റ്റ് ഒരു 5 മണി 5:30 മുമ്പായിട്ട് അവിടെ മലയാറ്റൂർ ചെല്ലുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കയറുക. പിന്നെ 10 മണിക്ക് മുമ്പെങ്ങാണ്ട് 10 മണി വരെ എങ്ങാണ്ട് അവിടെ എൻട്രൻസ് ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടു. അറിയത്തില്ല എങ്ങനെയാണോ അത് നോക്കിയിട്ട് നമുക്ക് എന്നാണ് 6 മണിക്ക് മുമ്പ് ഉറപ്പായിട്ടും അടിവാരം ചെല്ലും. അപ്പം അത് കഴിഞ്ഞിട്ട് മലയാറ്റൂർ ഒരു 10 മണിക്ക് മുമ്പായിട്ട് തിരിച്ചിറങ്ങിയിട്ട് നമ്മുടെ അടിവാരം പള്ളിയില്ലേ, അടിവാരം പള്ളിയിൽ അവിടെ വന്ന് കുളിച്ചിട്ട് ഒന്നെങ്കിൽ അവിടെ കിടക്കുക, അല്ലെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചി വരെ കൺഫേം അല്ല, ഉറപ്പായിട്ടും താഴെ ഇറങ്ങി വന്ന് അവിടുത്തെ അടിവാരം പള്ളി കിടക്കുക എന്നുള്ളതാണ് പ്ലാനിങ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ജോലിക്ക് കയറിയാക്കുന്നതുകൊണ്ട് തന്നെ ഈ മറ്റേ പൊതിച്ചോറ് കിട്ടിയൊന്നും ഇപ്പൊ പോയിട്ട് കുറെ കാലമായി. അതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോവാന്നുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം, നമ്മുടെ ഗ്ലിൻസിന്റെ കാര്യം അറിയാവുന്ന വിധത്തില. അവൻ NRI ആണ്, അതായത് പുറത്താണ്. അവൻ ദുബായിലായിരുന്നു. അവനിപ്പം 2-3 വർഷം 4 വർഷം എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട്, കാഞ്ഞിരപ്പള്ളിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് നമ്മളിവിടെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ ജിതിന്, അതിന് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നില്ലാത്തതുകൊണ്ട്, അത് മാത്രമല്ല ഈ ചോറ് കെട്ടിക്കൊണ്ടുപോയി അല്ലെ വിലപ്പൊതി കെട്ടിക്കൊണ്ടുപോയി അതിന്റെ മണം അടിച്ച് ഫുഡ് കഴിക്കാന്നുള്ള വേറെ ഫീലിംഗ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു, അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ എല്ലാവരും ഫുഡ് പുറത്തുനിന്നാണല്ലോ കഴിക്കുന്നേ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും പൊതിഞ്ഞ്, ഇവർ പഴംപൊരി വരെ ഉണ്ടാക്കി. രാവിലെ 6 മണിയായപ്പോ എന്റെ കിച്ചണിൽ കയറ്റിയതാ, ഒരാവശ്യമില്ലായിരുന്നു. അപ്പൊ രാവിലെ 6 മണിയായപ്പോ ഏറ്റവും കിച്ചണിൽ കയറി ഞാൻ തന്നെ എല്ലാം കൈകൊണ്ടുണ്ടാക്കി. ഇവന്മാർ ഇങ്ങനെ ഇരുന്ന് ഓർഡർ തരും, എടാ പഴംപൊരി, എടാ മോര് കാച്ചിയത്, എടാ ചിക്കൻ വറുത്തത്, എടാ പോർക്ക് വരട്ടിയത് എന്ന് പറഞ്ഞു. മലയാറ്റൂര് കയറാൻ പോകുന്നതാണെന്ന് പോലും ഒരു ചിന്തയില്ല. ആ രീതിയില് ആണ് ഓരോ ഫുഡ്. അപ്പൊ നമ്മൾ എല്ലാ സാധനം ഉണ്ടാക്കി പൊതിച്ചോറാക്കി സാധനം പുറകെ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനം, ഈവൻ ചായ, ലെമൺ ടീ വരെ ഉണ്ടാക്കി നമ്മൾ വെച്ചോ. നമുക്ക് ഇപ്പൊ രാത്രി ആ ഒരു വൈബില് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ വൈബില് ചിന്തയിലാണ് അങ്ങനെ ഉണ്ടാക്കിയാക്കുന്നത്. രാവിലെ ഞാൻ നോമ്പെടുത്താക്കുന്ന, അതായത് ഞാൻ നോമ്പല്ലേ, ജോലിപരമായ നമുക്ക് നോമ്പൊന്നും എടുത്ത് നടക്കുകയല്ല. ഞാൻ ഇന്നത്തെ ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചു. രാവിലെ നീ കഴിച്ചു? രാവിലെ നൂഡിൽസ് കഴിച്ചല്ലോ അല്ലേ? ഞാനും ജിതിനും നന്നായിട്ട് രാവിലെ ഫുഡൊന്നും കഴിക്കാതെ സെറ്റായിട്ട് എടുക്കണം എന്നൊരു ചിന്തയിലാണ്. പിന്നെ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഏകദേശം ഇന്നൊരു 10 മണി ആകാതെ, എന്തായാലും രാത്രി 10 മണി ആകാതൊന്നും മല ഇറങ്ങി തിരിച്ചു വന്നിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇനി ആദ്യം പോയി ജിതിനെ പൊക്കണം. അത് കഴിഞ്ഞ് പെട്രോള് ഒന്നുമില്ല, 2 കട്ടയും കണ്ടേ ഉള്ളൂ, അത് ഫുൾ ടാങ്ക് അടിക്കണം. അപ്പം ഇനി ജിതിനെ പൊക്കുമ്പോ കാണാം കേട്ടോ. ഓക്കെ. എടാ എനിക്ക് മനസ്സിലായില്ല, നീ ഒരു പച്ചവെള്ളം ഇട്ടാക്കുന്നല്ലേ? നീ പച്ച ഷർട്ടാക്കുന്ന നീയാണോ?
അല്ലല്ലോ, ഡിക്കി പൊക്കാൻ പറ്റുന്നില്ല, വേണ പൊക്കിയാ മതി. എടാ പൊക്ക് നീ അങ്ങ്, എടാ നീ പൊങ്ങുന്നല്ലോ, ലോക്ക് അഴിച്ചാക്കോടാ. പൊങ്ങിയോ? ഇപ്പൊ ഫ്രണ്ടിലാ. അല്ല ഞാൻ എന്തിനാ ഈ ഫോൺ വേണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പറ സൈഡിൽ കറങ്ങടാ. വേണ്ടി വന്നാണോ? നീ തിന്നാൻ വേണ്ടി വന്നാണോ? എന്താ എവിടെ? ഞാൻ 1:30 വരാൻ പറഞ്ഞല്ലേ, അരമണിക്കൂറല്ലേ ആയുള്ളൂ. പാം ചുമ്മാ ഇരിക്കട്ടെ, സബ്ബൊക്കെ വേണമല്ലോ. എന്നാ സബ്ബോ മിണ്ടരുത്, മര്യാദക്ക് ഇരുന്ന് ഞാന് നിങ്ങൾ കേക്കണം ഗൈസ്. കഷ്ടകാലത്ത് അല്ല കുഴപ്പമില്ല. ഞാൻ ചുമ്മാ ഇതേ ഈ ചെറുക്കനോട് ഇപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഒരു വണ്ടി എടുത്താലോ, എങ്ങനെയുണ്ട്, ബൈക്കിനൊക്കെ പോയി മടുത്തു എന്ന് പറഞ്ഞു. ഇവനാണ് തുടങ്ങി അപ്പം വണ്ടി എടുത്താലോ എന്ന് ജസ്റ്റ് ചുമ്മാ ഇവനോട് ചോദിച്ചു. രാത്രിയില്ല പകലും ഇല്ലാതെ ഓരോന്ന് അയച്ച് മനുഷ്യൻ വണ്ടി എടുത്തു. വണ്ടി എടുത്തപ്പോ തൊട്ട് ചെറുക്കൻ ചോദിക്കാൻ തുടങ്ങിയതാണ്, എടാ സബ് കയറ്റണ്ടേ, അലോയ് കയറ്റണ്ടേ? ഓക്കെ, നമ്മൾ തന്നെ വണ്ടി എടുത്തു, അല്ലാതെ അപ്പുറത്തോട്ടൊന്നും നമ്മള് പിന്നെ ചിന്തിക്കുന്നില്ല. എന്നാ പിന്നെ തുടങ്ങി, രാത്രിയും പകലില്ല തുടങ്ങി സബ് കയറ്റി. ഇപ്പൊ ചെറുക്കൻ തുടങ്ങിയിട്ടുണ്ട് അലോയ് കയറ്റാനായിട്ട്. എന്നാ അഭിപ്രായം നിനക്ക് പറയാനുള്ളത്? എന്നാ ഇല്ലേ കേട്ടില്ലേ? അയ്യോ, എത്ര സമയമുണ്ട്? എടാ അങ്ങോട്ട് പോകുന്ന വഴി ഉണ്ടോടാ? നേരെ ഉണ്ടോ? മൂറ്റ വഴി ഉണ്ടോ? ഉറപ്പാണോ? വാഴക്കുളത്തുണ്ടല്ലേ? ഓക്കെ. അപ്പം നമ്മള് ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മളിനി എടാ നോക്കടാ അലയി നോക്ക് ഇത് ലോ പ്രൊഫൈൽ അല്ലേ? സെറ്റല്ലേ? കണ്ടീഷൻ തീർന്നല്ലേ? സെറ്റപ്പില്ല. അതൊക്കെ അതെ, അത് വേറെ കേസ്. ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചു തന്നില്ല, അത് മതി. അതെ അല്ല ഗൈസ്, പിന്നെ വേറെ കേസ് ഉണ്ട്. വണ്ടി മാറി HCV എടുക്കാൻ വേണ്ടി. എടാ HCV ആണോ SUV ആണോ? ഏതെടുക്കണ്ട ഇനി? നീ പറ, നിന്റെ ഇഷ്ടമല്ലടാ എന്റെ ഇഷ്ടം. HCV എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഈ വണ്ടി കൊടുത്തിട്ട് എടുക്കാൻ കാശില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലുള്ള വണ്ടികള് ഒന്ന് മറ്റേ ജീപ്പ് കോമ്പസ്, പിന്നെ ടൊയോട്ട ഹൈറൈഡർ ഇല്ലേ അത്, പിന്നെ ഫോർച്യൂണർ, പിന്നെ ഏതാ നീ പറഞ്ഞ വണ്ടി ഏതായിരുന്നു? മറ്റേ HCV 700 വേണ്ട. അങ്ങനെ ഒരു 3-4 HCV ടൈപ്പിലുള്ള വണ്ടികളായതുണ്ട്. അപ്പം ഏതെങ്കിലും നല്ല വണ്ടികളുണ്ടെങ്കിൽ, എനിക്ക് പറ്റുന്ന എന്റെ സെറ്റപ്പ് അറിയാലോ, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാലോ, എന്റെ അടിച്ചുപൊളിക്കലിനും അതിനും പറ്റുന്ന ഏതെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ പറയണം. പിന്നെ കിയാടെ മറ്റേതാ സെൽട്രോസ്, അതും എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. അത് വലിയ അഭിപ്രായമില്ല, റീസെയിൽ വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്നു, എങ്ങനെ അറിയത്തില്ല. അപ്പം അതിനെപ്പറ്റി വല്ല ഗ്രാഹ്യമുള്ളവര് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താക്കെ. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ എത്തി. പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയതാണ്. പെട്രോൾ അടിക്കാനായിട്ട് അവനെ ഇപ്പം പൊക്കിക്കൊണ്ട് പോകുന്നു. മൂവാരകത്തിരുന്ന് ചെയ്യുന്നു. ഞങ്ങളും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഫുൾ ടാങ്ക് അടിച്ചാക്കാം. അതുവരെ പോവും. 3000 നിർത്തിക്കോയെ. 3000 700 800 3000 നിർത്തിക്കോ. ബില്ലുണോ? എത്രയോ?
അയച്ചിട്ടുണ്ടേ. അങ്ങനെ പെട്രോൾ അടിച്ചു. എടാ അടച്ചായിരുന്നോടാ? അപ്പം ഫുൾ ടാങ്ക് കാണുമ്പോൾ ഒരു സുഖമല്ലേ അല്ലേ? പിന്നെ എന്നാ പറയാൻ തോന്നുന്നു? ഒറ്റ പൊക്കോയാലും അങ്ങോട്ട് വലിയേറ്റം വയറ്റിലെ പോണ്ടേ? പോണ്ടത്. ഓക്കെ തുടങ്ങി. മലയാറ്റൂര് അടിവാരം എത്തി. വണ്ടി ഇവിടെ കൊണ്ട് ഒതുക്കി വിട്ടു. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വണ്ടി കൊണ്ട് ഇവിടെ ഒതുക്കി വിട്ടു. അപ്പം ഞാനും ജിതിനും മാത്രമേ കയറുന്നുള്ളൂ. കാരണം അവന് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ മാത്രമേ കയറുന്നുള്ളൂ. അപ്പം തൽക്കാലം ഇനി തിരിച്ച് വന്നിട്ട്, അതായത് മല ഇറങ്ങിയിട്ട് മാത്രമേ ഞങ്ങൾ നമ്മുടെ വീടുണ്ടാവുള്ളൂ. കാരണം മല കയറുമ്പം അതിൻ്റേതായ ഒരു സെറ്റപ്പ് കയറാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ തിരിച്ചിറങ്ങി വന്നിട്ട് ഇനി കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ കയറി തിരിച്ചിറങ്ങി ഇതേ അടിവാരം പള്ളി വന്ന് താഴെ പോയി കുളിച്ച് ഇതേ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഇപ്പം ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുക. ഇനി പള്ളിക്കകത്ത് നിന്ന് കയറണം. പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പള്ളിയിലോട്ട് കയറുകയാണ്. നമ്മുടെ അടിവാരം പള്ളിയാണിത്. അവനൊക്കെ കയറുന്നു. ജിതിൻ കുപ്പി വെക്കാൻ വേണ്ടി പോയി. എടാ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ ആ പള്ളി പോകാനോ? അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തു ഇനി എടുത്തോണ്ട് വന്നാൽ കണ്ടുള്ളതാണ്. എന്തായാലും ഞങ്ങൾ പള്ളി കഴിഞ്ഞിറങ്ങി. ഇനി അവിടുത്തെ ആ ഒരു ചാപ്പലുണ്ടല്ലോ, അതിനകത്തൂടെ ഒന്ന് കയറണം. ഗ്ലിൻസ് ഇറങ്ങിയില്ല, അവൻ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം ഓക്കെ ബൈ. അപ്പം ചെറിയൊരു മലയാറ്റൂർ യാത്രയായിരുന്നു. അപ്പം എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല കയറുന്ന വീഡിയോ ഇല്ലായിരുന്നു.
എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. കാരണം എല്ലാവരും സാധാരണ കയറുന്നതാണ്. അത് കാണണമെന്നുള്ളവർക്ക് മറ്റേ നമ്മുടെ പഴയ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴേലും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.